ടച്ച് ചെയ്താൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇടാം, പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചില സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഒറ്റ ഏരിയയിൽ കേരളം നിന്ന് കത്തുന്ന ടച്ച് ചെയ്താൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇടാം, പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ആണുങ്ങളെ കൊണ്ടും പറ്റും. ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ദേഹത്ത് ഒരാൾ മുട്ടി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി സ്ഥിരം ബസ്സിൽ നിന്ന് ഉപദ്രവം നേരിട്ടു എന്നുള്ളത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. തനിക്ക് നാണമില്ല. കാശിന് അത്ര ആവശ്യമുണ്ടെങ്കിൽ വേറെ പഠിക്കും പോടാ. മനസാക്ഷി ഇല്ലാത്ത ജാതികളാണ് പോരാത്തതിന് കാശിന്റെ നിങ്ങളിപ്പോ. ഈ പെൺകുട്ടി വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ പ്രൊഫൈലിനകത്ത്. പേഴ്സണൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം, അത് എന്നൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ ആണിനും ഇല്ലേ പേഴ്സണൽ ബൗണ്ടറി? അല്ലെങ്കിൽ തന്നെ നമ്മുടെ ആണുങ്ങളുടെ വാക്കിനൊരു വിലയില്ല. ആണ് ഇതൊക്കെ എവിടെയെങ്കിലും പണയം വെച്ച് പോകുന്നതാണോ അതോ വിറ്റോ ആണുങ്ങൾ ഇതൊക്കെ? ആണിന് ചോദിക്കാനും പറയാനും ആളില്ലേ? വനിതാ ദിനം, വനിതാ മോചനവേദി, ഇതൊക്കെ ഇവിടെ ആവശ്യമാണ് എന്ന് കരുതി കാലത്തെ ഒരു സ്ത്രീയെ പിടിച്ചാൽ ബലാത്സംഗ വീരനാണെന്ന് പറയരുത്. ആണുങ്ങളൊക്കെ ഇവിടെ ജീവിച്ച് പൊക്കോട്ടെ. ഇവിടുത്തെ ഗതാഗത മന്ത്രിയോടാണ്, ശ്രീ ഗണേഷ് കുമാർ സാറിനോടാണ്, ദയവേത് ബസ്സുകളിൽ നിങ്ങൾ ഒരു ബാരിക്കേഡ്, ഒരു മറ വെച്ചതാ. കണ്ടിപ്പോ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞ. ആണ് വേറെ പെണ്ണ് വേറെ. പിന്നെ ആണുങ്ങളോടാണ്, ബസ് കയറി കഴിഞ്ഞാൽ പെണ്ണുള്ള ഭാഗത്തേക്ക് പോകരുത്. നമ്മൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും മുള്ളിനാണ് കേട്. പ്ലീസ്. കാരണം എല്ലാ പെണ്ണുങ്ങളെയും പറയുന്നില്ല, ചിലർ അവരുടെ പേഴ്സണൽ റീച്ചിന് വേണ്ടിയിട്ട് മേത്ത് തട്ടിയാലോ അല്ലെങ്കിൽ അടുത്തൂടെ പോയാലടക്കം ക്യാമറ എടുത്ത് ഓണാക്കി വീഴുള്ളൂ. ജീവിതം ഇല്ലാണ്ടാക്കിയപ്പോ തൃപ്തിയായല്ലോ അച്ഛനും മോക്കും. അവനെന്ന് അറിഞ്ഞ് ശപിച്ച ഈ കാണുന്നൊക്കെ കത്തി വെണ്ണീറായി പോകും. അദ്ദേഹം കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ വലിയ മനോവിഷമത്തിലായിരുന്നു. സാർ അങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് പോവോ? ഒരുപാട് അനുഭവിച്ചിട്ടല്ലേ ഇവിടുന്ന് പോവുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ തെറ്റ് വരെ